ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈഷൂസ്കൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്താ സ്റ്റാൻഡും കസേരയും ബക്കറ്റും ഒക്കെ ആയിട്ട് വൈശാട്ടം പുറത്തിരിക്കുന്നതെന്നല്ലേ ഒരു പെഡിക്യൂർ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടൻ എവിടെയാണ് വർക്ക് ചെയ്യണതെന്ന്. ഏട്ടൻ മാൽദീവ്സിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അവിടെ ആയതുകൊണ്ട് തന്നെ ഏട്ടൻ നാട്ടിൽ വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫേഷ്യൽ ചെയ്യണം, പെഡിക്യൂർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വൻ പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫേഷ്യൽ ഞങ്ങളൊന്നും ചെയ്തില്ലെന്ന് പെഡിക്യൂർ ചെയ്യാൻ വിചാരിച്ചു. കാരണം എൻ്റെ കാലിലും അത്യാവശ്യം നല്ല രീതിയിൽ ഡെഡ് സ്കിൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതിൽ എന്താ ചെയ്യേണ്ടതെന്നല്ലേ, ആദ്യം വാം വാട്ടർ എടുക്കുക, നമ്മൾ ആവശ്യത്തിനുള്ള ചൂട് മതി കേട്ടോ. അതിലേക്ക് ഉപ്പിടുക കേട്ടോ. പിന്നെ അതിലേക്ക് ചെറുനാരങ്ങാ നീര് ആഡ് ചെയ്യുക. അരക്കഷ്ണം മതി കേട്ടോ. ഞാൻ ലാവിഷ് ആയിക്കോട്ടെ വെച്ചിട്ട് ഒന്ന് മൊത്തത്തിലെടുത്തിട്ടുണ്ട്. അല്ലുട്ടൻ സ്കൂളിൽ പോയതുകൊണ്ടാണ് അവൻ്റെ കയ്യും കാലും ഒന്നും ഇതിൻ്റെ ഇടയിൽ കാണാത്ത കേട്ടോ. തുമ്പമ്മ ഞങ്ങളെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ ഇതിലേക്ക് ഷാമ്പു ആഡ് ചെയ്തു. ഞാൻ ക്ലിനിക് പ്ലസ് ആണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. കുറച്ചുകൂടെ ക്ലെൻസിങ് പ്രോപ്പർട്ടി കൂടുതൽ ക്ലിനിക് പ്ലസിനാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ കടേറ നമ്മൾ നന്നായി അങ്ങ് പതപ്പിച്ച് ഗൈസ്. ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് അതിലേക്ക് കാലെടുത്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. ഞാൻ എടുത്ത് വെക്കുന്നതിന് മുമ്പേ വൈശാട്ടൻ അങ്ങ് എടുത്ത് വെച്ച് ഗൈസ്. വൈശാട്ടിന് വലിയൊരു കുണ്ടൻചമ്പ് പോലത്തെ ഒരു ബക്കറ്റാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. വൈശാട്ടിന് അത് കാല് മുക്കി വെച്ചു. എനിക്ക് അപ്പോഴാണ് ഓർമ്മ വന്നത് ഞാൻ നെയിൽ പോളിഷ് റിമൂവ് ചെയ്തിട്ടില്ല എന്നുള്ളത്. തുമ്പമ്മയ്ക്ക് ബക്കറ്റിൽ കുറച്ച് വെള്ളമായിട്ട് അവൾ അപ്പുറത്ത് തന്നെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇങ്ങോട്ടേക്ക് വന്നാൽ ഇവൾ ഇതൊക്കെ എടുത്ത് മുഖത്ത് തേക്കുന്നുള്ള ഉറപ്പാണ്. കാരണം എന്ത് കിട്ടിയാലും മുഖത്ത് തേക്കുന്ന കുട്ടിയാണല്ലോ നമ്മുടേത്. ഇന്നൊന്നും കിട്ടാത്തവരെ ചൂടുവെള്ളം തേച്ചിട്ടാണ് കുട്ടി സന്തോഷം അണയുന്നത് കേട്ടോ. അല്ലുട്ടനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അടിപൊളിയായേനെ. വൈശാട്ടൻ സോങ് ഒക്കെ വെച്ച് അതിനുള്ള വൈബായിട്ടാണ് പെഡിക്യൂറൊക്കെ ചെയ്യാൻ വന്നിരുന്നത്. എൻ്റെ കാലും അത്യാവശ്യം നല്ല രീതിയിൽ ടാൻ ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എൻ്റെതൊന്ന് സെറ്റാക്കാം. അങ്ങനെ കുറേ കാലം ഞാൻ പെഡിക്യൂറൊക്കെ ചെയ്തിട്ട് പാട്ടും കേട്ട് വെറുതെ അങ്ങോട്ട് ഇരുന്നാൽ മതി, പെഡിക്യൂർ അങ്ങ് ചെയ്ത് കിട്ടുമെന്ന് വിചാരിച്ച ഏട്ടൻ്റെ അടുത്തേക്ക് ഞാൻ വെച്ചത് എൻ്റെ കാലാണ് ഗൈസ്. നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാൻ വേണ്ടി കൊടുത്താണ്. അപ്പോൾ നിങ്ങളായിരിക്കും നിനക്ക് സ്വന്തം അങ്ങ് ചെയ്താൽ പോരെ എന്നൊരു കൊടുക്കൽ വാങ്ങൽ ബന്ധമാണ് ഭർത്താവും ഭാര്യയും തമ്മിൽ അല്ലേ. അപ്പം ഞാൻ ഏട്ടനെ ചെയ്ത് കൊടുക്കും, ഏട്ടൻ എനിക്ക് ചെയ്തു തരും. അങ്ങനെയാണ് കേട്ടോ. അല്ലെങ്കിൽ എന്താ, ഞാൻ ഏതോ ഒരു റീലിട്ട സമയത്ത് എൻ്റെ കാലേട്ടം പിടിക്കുന്ന കണ്ടിട്ട് അതിൻ്റെ താഴെ വന്ന കമൻറ്റ് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി ഗൈസ്. കാരണം ഭാര്യയുടെ കാല് ഭർത്താവ് പിടിക്കുക, ഭർത്താവിനെ കൊണ്ട് കാല് പിടിപ്പിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചു. ഭർത്താവല്ലാതെ പിന്നെ വഴി കൂടെ പോകുന്ന ആൾക്കാരെ കൊണ്ട് കാല് പിടിപ്പിക്കാൻ പറ്റുമോ? പിന്നെ മുന്നിൽ തന്നെ റോഡായതുകൊണ്ട് കാഴ്ചക്കാർക്ക് വലിയ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അതിലിനിയും പോകുന്ന വണ്ടിക്കാരൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാലും വേണ്ടില്ല, ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്യും ഗൈസ്. റോഡ് സൈഡ് ആയതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടാണുള്ളത്. ഒരു പ്രൈവസി നമുക്ക് ഉണ്ടാവില്ല. അത് അവിടെ ഒരു ഗർഭരണി ഇരുന്നിട്ട് ഫുഡ് അടിക്കുന്നുണ്ട്. അവളോട് കഥ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഏട്ടൻ ഇവിടെ വരെ ഓരോന്നും ചെയ്യുന്നത്. ശോ, ഞാൻ വെറുതെ വന്നിരുന്ന് ഇത് ചെയ്തു കൊടുക്കാനാണെന്ന് പറഞ്ഞാൽ ഞാൻ വരില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും പാവേട്ടൻ ചെയ്തോട്ടെ. അങ്ങനെ ഇതാ നമ്മൾ നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്ത് പിന്നെ നമ്മളും സോക്ക് ചെയ്തു കേട്ടോ. ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്താൽ മതി കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളെ കാലിലെ ഡേർട്ടൊക്കെ ഇളകി പോകാനും ഡെഡ് സെല്ലൊക്കെ ഒന്ന് നമുക്ക് റബ്ബ് ചെയ്യുമ്പോഴത്തേക്കും പോരാനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. തുമ്പമ്മ കാര്യമായിട്ടുള്ള കളിയിലാണ് കേട്ടോ. പാട്ട് കേട്ടതോടുകൂടി വൻ ഡാൻസ് ഒക്കെയാണ് മൂപ്പത്തി. ഇങ്ങനെ വെള്ളത്തിൽ കളിക്കാനൊരു ചാൻസ് കിട്ടാറില്ലല്ലോ. അപ്പോൾ കിട്ടിയപ്പോൾ മൂപ്പത്തി നല്ല രീതിയിൽ മുതലൊക്കെ കേട്ടോ. പനിയൊന്നും പിടിക്കില്ലായിരിക്കുന്ന. പിന്നെ ഞങ്ങളൊക്കെ അത് അധോഗതി. അച്ഛനെ അമ്മയുടെ അടുത്ത് ചീത്തയൊക്കെ വേറെ ഒരു കാരണം വേണ്ട. അങ്ങനെ അതാ ഏട്ടനും ഞാനും കൂടെ റബ്ബൊക്കെ ചെയ്ത് അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ മോന്തായും ഏട്ടനെയും ഒക്കെ ഒന്ന് നോക്കുന്നുണ്ട് ഗൈസ്. പണ്ടത്തെ എൻ്റെ സ്വഭാവം എന്താണെന്ന് പറയുക, എൻ്റെ കാലിൽ ചളിയാവണ പോലും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. കാലിൽ ചളിയായ കൈകൊണ്ട് തുറക്കുന്ന ടൈപ്പായിരുന്നു. പക്ഷേ ഇപ്പം എന്ത് കാല് എന്ത് കൈ, എനിക്ക് എന്നെ തന്നെ നോക്കാനൊരു സമയം കിട്ടുന്നില്ല എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറേ നേരം കത്തിരിച്ചാണെന്ന് അറിയില്ല. 10 മിനിറ്റ് 15 മിനിറ്റ് ഒന്നും കഴിഞ്ഞു പോയത് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. കുറച്ചധികം സമയം ഞങ്ങൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ എൻ്റെ മൗലിക അവകാശമാണ് ഗൈസ്. കൈ നീട്ടിയ ഉമ്മ വെച്ചോണം, നാട്ടുകാരല്ല കെട്ടിയവനും കുട്ടികളും. ഓക്കെ, അത്ര മാത്രമേ ഞാൻ അലോ ചെയ്തിട്ടുള്ളൂ. പിന്നെ കുട്ടിക്ക് കുറച്ച് വൃത്തി കൂടിയോണെന്ന് തോന്നുന്നു. ചൂടുവെള്ളം കൂടി തുടച്ചിട്ടൊക്കെയാണ് ഉമ്മ തരുന്നത്. അല്ലുട്ടനും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ രസമാണ്. പക്ഷെ അവൻ വരാനൊക്കെ സമയമായി തുടങ്ങി കേട്ടോ. അങ്ങനെ സോക്ക് ചെയ്ത കാല് പുറത്തെടുത്തത് ആ ഒരു ചെറുനാരങ്ങ കൊണ്ട് തന്നെ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ സോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിൻ്റെ അടി കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടമായി പോയി ഗൈസ്. അത്യാവശ്യം നല്ല രീതിയിൽ ഡെഡ് സെൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയെങ്കിലും കാല് ശ്രദ്ധിക്കണം. അതുകൊണ്ട് വൈശാട്ടോട് ഞാൻ പറഞ്ഞു ഇന്ന് തന്നെ എനിക്കൊരു ചപ്പൽ വാങ്ങിച്ചു തരണം, ഞാൻ വീട്ടിനുള്ളിൽ ചപ്പലിടാൻ പോവാണ്. ഞാൻ ഇതുവരെ ഇടാറില്ല കേട്ടോ. പെഡിക്യൂർ ചെയ്യാമെന്ന് പറഞ്ഞു തുടങ്ങിയത് വൈശാട്ടനാണ്. വൈശാട്ടൻ തന്നെ അത് പണിയായി. പിന്നെ ചിലവുകളോട് ചിലവുകളായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ അറിഞ്ചം റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എങ്ങനെയെങ്കിലും കാല് വൃത്തിയാക്കിയിട്ട് തന്നെ ഞങ്ങൾ നടങ്ങുള്ളൂ. തുമ്പമ്മ ബക്കറ്റിന് പുറത്തുള്ള കളി മാറ്റിയിട്ട് ബക്കറ്റിന് ഉള്ളിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പുറത്ത് തന്നെ ഇരുന്നത് അല്ലുട്ടൻ വരുമ്പോൾ വേഗം അവനെ റിസീവ് ചെയ്യാലോ വെച്ചിട്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാണ്. ഓരോ ന്യൂസൊക്കെ കേൾക്കുമ്പം വണ്ടിയിൽ നിന്ന് കുട്ടികൾ ഇറങ്ങുന്ന സമയത്തൊക്കെ കുറച്ചൊരു ടെൻഷനല്ലേ. ആദ്യമൊക്കെ ഞാൻ അവനങ്ങ് കയറിക്കോളും എന്ന് വിചാരിക്കുന്നു. വീടിൻ്റെ മുറ്റത്ത് തന്നെ അവനെ ഇറക്കുമല്ലോ. എന്നാൽ ഇപ്പം എനിക്ക് കുറച്ച് പേടിയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ആ ടൈം ആകുമ്പോൾ പുറത്ത് വന്ന് നോക്കും കേട്ടോ. ശരിക്കും പറഞ്ഞിട്ട് കുട്ടികളെ സ്കൂളിൽ വിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്കൊരു ആദ്യമല്ലേ. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേ എനിക്ക് ആദ്യം കൂടി തുമ്പമ്മേനെയും കൂടെ നഴ്സറിയിലാക്കണമല്ലോ. ഈ മുതലിനൊക്കെ നഴ്സറിയിൽ വിട്ട നഴ്സറിൻ്റെ അവസ്ഥയാണ് അലിക്കുന്നത്. എന്തൊരു വികൃതിയാണെന്ന് അറിയാം. എൻ്റെ അല്ലുട്ടനൊന്നും ഈ ഒരു പ്രായത്തിൽ ഇത്രയും വികൃതി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം പറഞ്ഞാൽ എൻ്റെ കുട്ടി കേൾക്കില്ല, നല്ല വികൃതിയാണ്. പക്ഷെ നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി. ചില സമയത്ത് അത്ര രസമൊന്നുമില്ല. അപ്പോൾ ഞാൻ 2 പൊട്ടിക്കും ഗൈസ്. അങ്ങനെയാണ് ഞങ്ങളുടെ രീതി. ബ്രഷ് കണ്ടപ്പോൾ കുട്ടി ആദ്യം വിചാരിച്ച് കോമ്പാണെന്ന് തലയിലൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ട്. പുതിയതായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ കുട്ടിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു കാലൊരയ്ക്കാനുള്ളത്. അപ്പോൾ അത് നിന്ന് കാലൊരയ്ക്കുന്നുണ്ട് കേട്ടോ.
ഇവള് ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ്. എനിക്കിപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. നെയിൽ പോളിഷ് ഇടണം, അതുപോലെ എവിടെയും പോകുമ്പോൾ ഐഷാഡോ ഇടണം, എല്ലാം ഭയങ്കര നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു തരും. അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയൂട്ടാ. നോക്കിയേ ഇത്രയും നല്ല ഭാര്യ വേർഡാ കേട്ടെന്ന് ഞാൻ തന്നെ പറയും, പക്ഷേ വൈശേട്ടൻ പറയില്ല ഗൈസ്. ഓക്കെ, അങ്ങനെ ഇതാ ഏട്ടൻ്റെ കാലൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. ഡെഡ് സെല്ല് നല്ല രീതിക്ക് ഏട്ടൻ്റെ കാലിലും ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കാലിലുള്ളതുകൊണ്ട് പിന്നെ വെലുങ്ങനെ ഞാനത് പറയുന്നില്ല. അത്യാവശ്യം നന്നായി മെലിഞ്ഞ് വന്ന് ഞാനായിരുന്നു. ഇപ്പോൾ വീണ്ടും തടിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. പക്ഷേ ഈ ഒരു ഡ്രസ്സ് കുറച്ച് എനിക്കൊരു തടി തോന്നുന്നൊരു ടൈപ്പ് ഡ്രസ്സാണ്. ഇനി അതുകൊണ്ടാണെന്ന് അറിയില്ല. ഈ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഞാൻ തടിച്ചോ ദൈവമേ എന്ന് തോന്നിപ്പോയി. പിന്നെ ഡാൻസ് ക്ലാസ്സും കുറച്ചൊരു ബ്രേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം ഒന്നുകൊണ്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. കുറച്ച് കാലങ്ങളായിട്ടൊരു സുഖമല്ല ഗൈസ്. ഫുള്ള് ഹോസ്പിറ്റൽ കേസ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ നല്ല ഫുഡ് അടിയായിരുന്നു. പിന്നെ ഒന്നും ചെയ്തില്ല, വർക്കൗട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഇതാ വീണ്ടും തടിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എല്ലാം ഒന്ന് സെറ്റിൽ പിടിച്ച് സെറ്റാക്കണം. ഓക്കെ ഗൈസ്, പറഞ്ഞു കൊടുത്തി എന്നെ പോലത്തെ ഒരു ഭാര്യനെ എവിടെ നിന്ന് കിട്ടും? പറഞ്ഞു കല്യാണം കഴിഞ്ഞ് 6 കൊല്ലായി. ഇപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി. കള്ളക്കണം പറയരുത് വൈശേട്ടാ, അത് തൊട്ടിത്തരാണ്. കാലം നമ്മളെ ചെയ്തില്ലല്ലോ. ചെയ്തെന്നില്ല എന്നാ ഞാൻ ഇപ്പം ഇവിടെ ഉപേക്ഷിച്ചു. ഫേഷ്യൽ ചെയ്തിട്ടുണ്ട്, കാര്യം ചെയ്തില്ല. ചെയ്തെന്നില്ല തെളിവുണ്ട് എൻ്റെ അടുത്ത്. കണ്ടോ ചെയ്തിട്ടൊന്നും തന്നില്ല ഗൈസ്, ഒന്നും ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയില്ല എത്ര പ്രാവശ്യം ഫേഷ്യൽ തന്നിട്ട്, എത്ര പ്രാവശ്യം പെടിക്കോ 3 പ്രാവശ്യം ചെയ്തു. ഞാൻ വ്ളോഗ് ഇട്ടുണ്ട്. മസാജോ ഹെഡ് മസാജ് തന്നില്ല. കണക്ക് പറയും ഞാനിപ്പോ. നിങ്ങളൊക്കെ കണക്ക് പറയാറുണ്ടോ? ഞാൻ പറയാറുണ്ട്. ഒരു ഡോക്ടറെ കിട്ടിയതേ ഫുൾ ബോഡി മസാജ് കിട്ടാനായിരുന്നു. ഹെഡ് മസാജ് കിട്ടിയത് വലിയ കാര്യമായിട്ട് കൊണ്ടിരിക്കുന്നു. ഒരു ഡോക്ടറെ കെട്ടിയ ഫുൾ ബോഡി മസാജ് ഇട്ടാലാ? അതിന് വല്ല മസാജറെ കെട്ടിയാ പോലെ, ഇതിന് ഡോക്ടറെ തെറാപ്പിസ്റ്റിനെ കെട്ടിയാ പോലെ. തെറാപ്പിസ്റ്റിനെ ആരും കണ്ടില്ല. അതുകൊണ്ട് തന്നെ കെട്ടിയല്ലേ? സമയായിണ്ട്. മതി, ഡോക്ടർ ഇത്രയൊക്കെ മസാജ് ചെയ്യാറുള്ളൂ അല്ലേ മോളെ? നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഭർത്താവിൽ നിന്നും എന്താണ് കുട്ടിക്ക് കിട്ടേണ്ടാത്തത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാൻ പറയുന്നത് നഖം. നിങ്ങൾക്കോ? പക്ഷെ എൻ്റെ 2 കുട്ടികൾക്കും അതാണ് കിട്ടിയത്. ബുദ്ധി എൻ്റെതായതുകൊണ്ട് അവർ ജീവിച്ചു പോകുന്നു. നോ കമന്റ്. കണ്ടോ, സത്യമാണത് അല്ലേ മോളെ? കണ്ടോ, കുട്ടി സമ്മതിക്കുകയും ചെയ്തു. സമയം നോക്കണേട്ടാ, അല്ലൂസ് വരാൻ സമയം. കുറച്ച് വലുതായിട്ടാണ് ഒന്ന് പറയാം. ഇനി ഞാൻ എൻ്റെ കാലിലേക്ക് കിടക്കട്ടെ. ഞാൻ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തു, ചളിയൊക്കെ ഒന്ന് ഇളക്കി പോക്കിയിട്ടുണ്ട് ഗൈസ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഡെഡ് സെൽ ഉണ്ടായിരുന്നു, നന്നായിട്ട് ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ സോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് ഡെഡ് സെല്ലൊന്ന് റിമൂവ് ചെയ്യണം. ഒറ്റയ്ക്കല്ല, നമ്മുടെ ചേട്ടനുണ്ടല്ലോ, പാവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടന് തീരെ ഈഗോ ഇല്ല. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ചില ആണുങ്ങളുണ്ടാവില്ലേ, കുട്ടികളുടെ പാടില്ല, അയ്യോ രാവിലെ കാര്യം ഭാര്യ തന്നെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ആ ഒരു കാര്യത്തിൽ ഞാൻ എത്രയോ ബ്ലെസ്ഡ് ആണ്. കാരണം എപ്പോഴും എനിക്ക് തോന്നിയൊരു കാര്യമാണ്. കാരണം ഏട്ടൻ അങ്ങനെ മക്കളെ കാര്യത്തിൽ അത് ചെയ്യില്ല ഇത് ചെയ്യില്ല, അല്ലെ എൻ്റെ കാര്യത്തിലാണെങ്കിലും ആണുങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഇതുവരെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. എല്ലാം ചെയ്തു തരും കേട്ടോ. ഏട്ടൻ എന്താ ഗേറ്റിന് അവിടേക്ക് നോക്കിയിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലുട്ടൻ വരാനുള്ള സമയമായിട്ടോ. അപ്പോൾ ഗേറ്റൊക്കെ തുറന്നിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. അല്ലുട്ടൻ വന്നാൽ അവിടെ ഓടിൻ്റെ അടുത്ത് വന്നാൽ എന്താ അമ്മ എവിടെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു കേട്ടോ. അല്ലു വന്നാൽ പിന്നെ തുമ്പി വേറെ ലെവലാണ്. അത്രയും നേരം ചിലപ്പോൾ ഞങ്ങൾ പറയണ കേട്ട് അടങ്ങിയിരുന്നാലും ഏട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടി വേറെ ലെവലാണ്. കയറി വരുമ്പോൾ തന്നെ അല്ലുട്ടൻ പറഞ്ഞു, അയ്യോ അമ്മ ഞാനും വരാം, എപ്പോൾ വരട്ടെ ഒപ്പം വരാമെന്ന് പറഞ്ഞിട്ടാണ് കയറി പോണത്. യൂണിഫോമൊക്കെ അവിടെ അഴിച്ചിട്ടിട്ട് ബാഗൊക്കെ എങ്ങനെയോ അവിടെ വെച്ച് ടാഗൊക്കെ അഴിച്ചിട്ട് ഓടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്നേം പടി കാല് സൊക്കെ ചെയ്ത് കാല് ഇങ്ങോട്ട് കയറ്റി വെച്ച് തന്നു. പിന്നെ അവൻ്റെ കാലം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തേ. ഞാൻ പറഞ്ഞത് സത്യമായിട്ട്, ഇവർക്ക് 2 പേർക്ക് ഏട്ടൻ്റെ നഖം കിട്ടി. ഞാൻ എപ്പോഴും പറയണ്ട, അയ്യോ ഏട്ടൻ്റെ നഖം കിട്ടല്ലേ, കാരണം പരന്ന നഖമാണേ. പക്ഷെ തുമ്പമ്മയ്ക്ക് കുറച്ച് ചേഞ്ച് ഉണ്ട്. അല്ലുട്ടൻ പക്ക, അല്ലുട്ടൻ്റെ ഫീച്ചേഴ്സ് എല്ലാം വൈശാടനാണ് കേട്ടോ. കയ്യും കാലും മുഖവും ഒക്കെ. വൈശാടൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോ കണ്ടാൽ ശരിക്കും അല്ലുട്ടൻ എവിടെയാന്ന് ചോദിക്കേണ്ട, അങ്ങനെ 2ഉം കാർബൺ കോപ്പീസാണ്. പിന്നെ നമ്മൾ ജസ്റ്റ് നോർമൽ വാട്ടറിലൊന്ന് വാഷ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ അത്രയും നേരം വാം വാട്ടറിലൊക്കെ ഇട്ട് നന്നായിരുന്നു റബ്ബൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നോർമൽ വാട്ടർ കാലിലേക്ക് ഒഴിക്കുമ്പോൾ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ആ ഒരു ഡിഫറൻസ് നമുക്ക് തന്നെ അറിയാൻ പറ്റും. ഇനി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഒരു സ്ക്രബാണ്. അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കോഫി പൗഡറും അതുപോലെ തന്നെ ഷുഗറും എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഹണിയാണ് ആഡ് ചെയ്യുന്നത്. ഓവറായിട്ടൊന്നും വേണ്ട കേട്ടോ, വളരെ കുറച്ച് മതി. അതുപോലെ ലെമണും ആഡ് ചെയ്തിട്ടുണ്ട്. ലെമണും ഹണിയും എടുക്കാതെ നമുക്ക് തൈര് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ക്ലൻസിങ് പ്രോപ്പർട്ടിയുള്ള ഒരുപാട് ഐറ്റംസ് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടും. അപ്പോൾ അതൊക്കെ എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ കോഫി പൗഡറും അതുപോലെ തന്നെ ഷുഗറും നല്ല ക്ലൻസിങ് പ്രോപ്പർട്ടിയുള്ള അടിപൊളി ഒരു സ്ക്രബ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ സ്ക്രബ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കത് അപ്ലൈ ചെയ്യാം. ആദ്യം ഞാൻ ഏട്ടന് അപ്ലൈ ചെയ്ത് കൊടുത്തു. ശരിക്കും ആ
ഒരു റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ആ ഒരു സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ, കാലിൽ ആ ഒരു ഡേർട്സ് പോകാനും പോസ് ഓപ്പൺ ചെയ്യാനും ഒക്കെ അത് ഹെൽപ്ഫുള്ളാണ്. ശരിക്കും പറഞ്ഞാൽ വീക്ക്ലി ഒരു ട്വൈസ് എങ്കിലും ഫേസിലാണെങ്കിലും കാലിലോ കയ്യിലും ഒക്കെ സ്ക്രബ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാട്ടോ. നമ്മളെ പോസ് ഓപ്പൺ ചെയ്യും, അതുപോലെ നമുക്ക് മുഖക്കുരു മാറാനും ഒക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷേ മുഖക്കുരുവൊക്കെ അധികമായിട്ടുള്ള മുഖത്തൊന്നും കൊണ്ടുപോയി സ്ക്രബ് ചെയ്തിട്ട് പിന്നെ അത് കുറച്ചുകൂടെ വേഴ്സൺ കണ്ടീഷനായി പോകും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഈ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൈക്ക് ഉണ്ടാകുന്ന ഒരു ഡിഫറൻസ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ തൈര് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നല്ലൊരു ക്ലെൻസിങ് പ്രോപ്പർട്ടി ലൈറ്റാണ്. അപ്പോൾ അതൊരു മീഡിയമായിട്ട് യൂസ് ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഈ സ്ക്രബൊക്കെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാവുന്നതല്ലേ. അപ്പോൾ നമുക്ക് കയ്യിലുള്ള സാധനം തന്നെ, നമ്മൾ വെറുതെ പാർലറിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല, വീട്ടിലുള്ള സാധനം തന്നെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കോസ് പൗഡർ ആയിട്ടുള്ള അരിപ്പൊടിയോ റവയോ അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇതിന്. അങ്ങനെ ഏട്ടൻ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അല്ലൂട്ടനും അത് വേണമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വാശി പിടിക്കുകയാണ് കേട്ടോ. കുറേ ഐറ്റംസൊക്കെ ഞാൻ വയനാട്ടിൽ ക്ലാസ്സിന് പോയിട്ട് അവിടെ നിന്നാണ് കേട്ടോ വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഹണിയൊക്കെ നല്ല ഫോറസ്റ്റ് ഹണിയൊക്കെ അല്ലേ, അതൊക്കെ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചാണ്. പുളിയാമ്പറ്റ ആയുർവേദ വൈദ്യശാലയിലാണ് ഞാൻ പഠിക്കുന്നത്. അങ്ങനെ ഇതാ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാണ്. വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ വാവ് അടിച്ച് പോയിട്ടുണ്ട്. കാരണം അത്രയും കാലം നല്ല വൃത്തിയായിട്ടുണ്ടായിരുന്നു, നല്ല രീതിക്ക് ടാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും വേണേൽ പാക്ക് ഇടാം കേട്ടോ. പാക്ക് മീൻസ് ഇപ്പോൾ നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്യില്ല, അതുപോലെ എന്ത് ഫ്രൂട്ട് പാക്കോ എന്ത് പാക്ക് വേണമെങ്കിൽ നമുക്ക് ഇടാം. അപ്പോൾ നമ്മൾ നോർമൽ വാട്ടറിൽ ഒന്നുകൂടെ കാലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്ത് വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പാക്ക് ഇട്ടിട്ടില്ല ഇത്തവണ ഞാൻ മോയ്സ്ചറൈസർ ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് കയറി പോരാ വിചാരിക്കുമ്പോൾ ഏട്ടൻ അത് ആ ചെരുപ്പൊക്കെ കൊണ്ടുവന്നിച്ച് കഴുകുന്നു കേട്ടോ. പിന്നെ അത് അങ്ങനെയാണ്, തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തൂല. പിന്നെ വണ്ടിയും ഇനി അവിടുത്തെ മതിലും ഒക്കെ കഴുകിയിട്ടായിരിക്കും കയറുക. എന്തോരോ അങ്ങനെ കുറേ ബക്കറ്റും പാട്ടയൊക്കെ ആയിട്ട് ഏട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതേ ഉള്ളൂ. ഇതൊരു ആയുർവേദിക് മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ അതേ സ്ഥലത്ത് നിന്ന് തന്നെ വാങ്ങിച്ചാണ്, പുളിയാമ്പറ്റ ആയുർവേദ വൈദ്യശാല. പുളിയാമ്പറ്റയാണ് കേട്ടോ, പുളിയപ്പറ്റയല്ല, വയനാട്ടിലുള്ളത്. നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല സെറ്റായി, നല്ലൊരു ഡിഫറൻസ് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ, അടിപൊളിയായിരിക്കും. അതുപോലെ കെട്ടിയവനെയും കൂടെ കൂട്ടിക്കോ, അങ്ങോട്ടും ഇങ്ങോട്ടും പണിയെടുക്കാൻ പറ്റിയ പരിപാടിയാണ് അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്കിഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് കാലൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ നെയിൽ പോളിഷ് ഇട്ടൊരു വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ അത് വിട്ടുപോയി ഗൈസ്. അപ്പം അതിന് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ബൈ ബൈ, സീ യു.